cos 3 pi by 4x minus cos 3 pi by 4 minus x equal to minus root 2 sin x. ഓക്കെ, ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? കോസ് എ മൈനസ് കോസ് ബി എന്നുള്ളൊരു ഫോർമുല ഉപയോഗിക്കണം. ഏതാണ് കോസ് എ മൈനസ് കോസ് ബി? മൈനസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. അപ്പോൾ കോസ് എ മൈനസ് കോസ് ബിക്ക് ഒരു മൈനസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. എ എന്നുള്ള ആദ്യത്തെ വാല്യൂ, ബി എന്നുള്ളത് ഏതാണ്? രണ്ടാമത്തെ വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പം എ പ്ലസ് ബി ബൈ 2 അതുപോലെ എ മൈനസ് ബി ബൈ 2 എന്നെടുക്കുക. എ എന്നുള്ള ആദ്യത്തെ വാല്യൂ, ബി എന്നുള്ള വാല്യൂ. അതിന് കറസ്പോണ്ടിങ് നമുക്ക് മൈനസ് 2 സൈൻ 3 പൈ ബൈ 4 സൈൻ എക്സ് എന്ന് കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് സൈൻ 3 പൈ ബൈ 4ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് നേരെ എത്ര കിട്ടും? മൈനസ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. പ്രൂവ് ദ ഫോളോയിങ്. cot x times sin 5x plus sin 3x equal to cot x times sin 5x minus sin 3x. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ സിംപ്ലിഫിക്കേഷൻ നോക്കുക. cot 4x cos 4x by sin 4x എന്ന് എഴുതി സൈൻ സി പ്ലസ് സൈൻ, അതായത് സൈൻ എ പ്ലസ് സൈൻ ബി ഫോർമുല അപ്ലൈ ചെയ്താണ്. 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്നുള്ളത് ഏതാണ്? സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല. അതായത് സൈൻ എ പ്ലസ് ബി 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി 2. അപ്പം ഇതിന് കറസ്പോണ്ടിങ് എന്താവും? 8x by 2 4x വരും, 5x minus 2x by 2 x വരും, 2 sin 4x cos 4x വരും. cos 4x by sin 4x എന്ത് ചെയ്യുക? കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്ത് കളയുക. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ടൈം കിട്ടും. ഓക്കെ, റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? cot x ടൈം cos 5x, റൈറ്റ് ഹാൻഡ് സൈഡ് cot x ടൈം sin 5x മൈനസ് sin 3x. cot x cos x by sin x എന്ന് എഴുതി sin a മൈനസ് sin b 2 cos a plus b by 2 sin a മൈനസ് b by 2 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാ 5x പ്ലസ് 3x ബൈ 2 എന്നുള്ളത് 4x എന്ന് കിട്ടും. 5x മൈനസ് 3x ബൈ 2 എന്നുള്ളത് എന്ത് കിട്ടും? സൈൻ എക്സ് എന്ന് കിട്ടും. പിന്നെ കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യുക? സൈൻ എക്സും കൂടെ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് കിട്ടും. കോട്ട് 4xന് പകരം കോസ് 4x ബൈ സൈൻ 4x എന്ന് എഴുതി. സൈൻ 5x പ്ലസ് സൈൻ എ പ്ലസ് സൈൻ ബിക്ക് പകരം 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് എഴുതി. സോ അതേതാണ്? സൈൻ എ പ്ലസ് സൈൻ ബി സൈൻ 5x പ്ലസ് സൈൻ 5x. ഇതിന് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒരേ ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ ഒരു ഇതും എന്ത് ചെയ്യുക? ഒരേ ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളിലുള്ള എന്തായി മാറും? സൈൻ 5x പ്ലസ് 3x 4x ബൈ 2 സോറി 8x ബൈ 2 എന്ന് പറഞ്ഞാൽ 4x എന്ന് കിട്ടും. 2x ബൈ 2 എന്ന് പറഞ്ഞാൽ x എന്ന് കിട്ടും. സൈൻ 4xും കൂടെ കട്ട് ചെയ്ത് 2 cos 4x cos x എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. സിമിലർലി cot xന് പകരം cos x ബൈ sin x എന്ന് എഴുതി. സൈൻ സി മൈനസ് സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല എന്ത് ചെയ്തു? 2 cos a പ്ലസ് ബി ബൈ 2. അതേതാണ്? ഈ സൈൻ 5x മൈനസ് സൈൻ 3xൻ്റെയും ഈ സൈൻ എ മൈനസ് സൈൻ ബി എന്നുള്ള ഫോർമുല എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 cos a പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 എന്നുള്ള ഫോർമുല എഴുതി. 2 cos a പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. സോ അടുത്തത് എ പ്ലസ് ബി ബൈ 2 എന്നുള്ള 4x എന്ന് എഴുതാം. എ മൈനസ് ബി ബൈ 2 എന്നുള്ള എന്തായിട്ട് എഴുതാം? എക്സ് എന്ന് എഴുതാം. സൈൻ എക്സും കൂടെ കട്ട് ചെയ്യും. 2 cos 4x cos x. രണ്ട് സൈഡ് നോക്കാം. 2 cos 4x cos x 2 cos 4x cos x. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അതെന്ത് ചെയ്തപ്പം tan 4x equal to 4 tan x times 1 minus tan square x by 1 minus 6 tan square x plus tan raised to 4x. നമ്മളത് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം tan 4x ആണെന്ന്. ഓക്കെ, സോ tan 4xന് പകരം tan 2 ടൈംസ് 2x എന്ന് എടുക്കുക. tan 2യുടെ ഫോർമുല എന്താണ്? 2 tan a ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 2x എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ tan 4xന് പകരം tan 2 ടൈംസ് 2x എന്നെടുത്തു. ഇനി tan 2 tan a ബൈ 1 മൈനസ് tan a. ഇവിടെ a എന്നുള്ളത് എന്താണ്? ഈ ഒരു പ്രോബ്ലത്തിൽ a എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ a ഈക്വൽ ടു എത്രയാണ്? 2x. ഇനി വീണ്ടും ഈ tan 2xനും ഈ tan 2xനും എന്ത് കൊടുക്കൂ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ എത്ര കിട്ടും? 2 ടൈംസ് 2 tan x. ഇനി tan 2xന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x. വീണ്ടും tan 2xന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. 1 മൈനസ് 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x. സിംപ്ലിഫൈ ചെയ്യുക. 4 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x ഡിവൈഡഡ് ബൈ 1 മൈനസ് 4 tan സ്ക്വയർ x ബൈ 1 മൈനസ് tan സ്ക്വയർ x ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് എന്ത് ചെയ്യുക? റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസറിലേക്ക് കിട്ടും.
Prove the following. Cos 6x, 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. Cos 6x cos 3 times 2x എന്ന് എടുത്തും cos 3യുടെ ഫോർമുല എത്രയാണ്? ഇവിടെ കമ്പയർ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x ആയിരിക്കും. 4 cos cube a minus 3 cos a എന്ന് വരും. 4 cos cube a minus 3 cos a. അടുത്തത് 4 cos cube 2x മൈനസ് 3 cos 2x എന്ന് കിട്ടും. അടുത്ത cos 2xന്റെ ഫോർമുല എത്രയാണ്? 2 cos square x minus 1. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ 6x ഉണ്ട്, ഇവിടെ x മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആദ്യമേ 3 times 2x എന്ന് പറഞ്ഞ് എഴുതണം, പിന്നെ എല്ലാ 2x ടൈമിനെയും എക്സിന്റെ ടേബിൾ എഴുതണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയത്. അടുത്തപ്പോൾ 4 times cos cube 2x വരുമ്പോൾ എത്ര കിട്ടും? cos 2x whole cube എന്ന് എഴുതാം. സോ cos 2x whole cube എഴുതുമ്പോൾ 2 cos square x minus 1 whole cube നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. കാരണം ഇത് ഈക്വൽ ടു 4 cos 2x whole cube മൈനസ് 3 cos 2x ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് cos 2x whole cube കിട്ടും. cos 2x എന്ന് പറയുന്നത് എത്രയാണ്? 2 cos square x minus 1 2 cos square x minus 1 whole cube ടൈംസ് 4. ഇനി ഇതിനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. a മൈനസ് ബി ഹോൾ ക്യൂബിന്റെ ഫോർമുല വെച്ച് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. a മൈനസ് ബി ഹോൾ ക്യൂബ് ഫോർമുല എത്രയാണ്? എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് റൈറ്റ് സൈഡിലെ എക്സ്പ്രഷൻ കിട്ടും.